പ്രിയമുള്ളവരെ, ഇന്ന് വിശ്വകർമ്മ ദിനമാണ്. വിശ്വകർമ്മ ദിനം എന്നാൽ ഋഷിപഞ്ചമിയുമായി ബന്ധപ്പെട്ടാണ് വിശ്വകർമ്മ ദിനം ഉണ്ടായിട്ടുള്ളത്. വിശ്വകർമ്മജരുടെ പൂർവ്വ പിതാമഹനും കുലഗുരുവുമായ ശ്രീ വിരാട് വിശ്വകർമ്മദേവൻ തൻ്റെ വത്സല പുത്രന്മാരായിട്ടുള്ള സനക, സനാതന, അഭുവനസ, പ്രജ്ഞസ, സുവർണസ എന്നീ പഞ്ച ഋഷിമാർക്ക് ദർശനം നൽകി പഞ്ചമ വേദപ്പൊരുളും സൃഷ്ടികർമ്മ രഹസ്യവും പകർന്നു നൽകിയ ദിവസമാണ് ഭാദ്രപദ മാസത്തിലെ ഋഷിപഞ്ചമി. 1958 ഋഷിപഞ്ചമി സെപ്റ്റംബർ 17 അന്നേ ദിവസം ബീഹാറിലെ പ്രസിദ്ധമായ വിശ്വകർമ്മ ദേവക്ഷേത്രത്തിൽ ഋഷിപഞ്ചമി ആഘോഷം ഭക്ത്യാദരപൂർവം നടന്നുകൊണ്ടിരിക്കെ അവിടെ ആ ആഘോഷത്തിൻ്റെ ഇടയിലേക്ക് കുറേ സാമൂഹിക വിരുദ്ധർ കടന്നു കയറുകയും അവിടെ സംഘർഷമുണ്ടാവുകയും അതിനെ ശമിപ്പിക്കുവാനായി പോലീസ് വെടിവെക്കുകയും ചെയ്തു. ഈ വെടിവെപ്പിൽ ഏതാനും ചില വിശ്വകർമ്മജർ കൊല്ലപ്പെട്ടു. ഇതിൻ്റെ സ്മരണയ്ക്കായി 1959 മുതൽ ഭാരതം എമ്പാടും വിശ്വകർമ്മ ദിനം ആചരിക്കുന്നു. യഥാർത്ഥത്തിൽ വിശ്വകർമ്മ ദിനം ഒരു ചരമ ദിനത്തിൻ്റെ അനുസ്മരണയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ഇത് വിശ്വകർമ്മ ദിനം എന്ന് പറയുന്നത് വിശ്വകർമ്മ ജയന്തി അല്ല. വിശ്വകർമ്മദേവൻ സ്വയംഭൂവാണ്. സ്വയംഭൂവായ വിശ്വകർമ്മദേവന് ജയന്തിയില്ല. ഇത് സെപ്റ്റംബർ 17 ഈ ഋഷിപഞ്ചമിയുമായി ബന്ധപ്പെട്ടാണ് സെപ്റ്റംബർ 17 ഇവിടെ വിശ്വകർമ്മ ദിനമായി ആചരിച്ചു വരുന്നത്. പുനലൂർ താലൂക്കിലെ പ്രമുഖ വിശ്വകർമ്മ സംഘടനകളായ അഖില കേരള വിശ്വകർമ്മ മഹാസഭ, വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി, പുനലൂർ വിശ്വകർമ്മ സമാജം എന്നീ സംഘടനകൾ ചേർന്ന് രൂപീകൃതമായി ആക്കിയ വിശ്വകർമ്മ കൂട്ടായ്മയാണ് പുനലൂർ താലൂക്ക് സംയുക്ത വിശ്വകർമ്മ സമിതി. ഈ പുനലൂർ താലൂക്ക് സംയുക്ത വിശ്വകർമ്മ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് അഞ്ചൽ കേന്ദ്രീകരിച്ച് ഇന്ന് വിശ്വകർമ്മ ദിനാചരണം നടത്തുന്നത്. ഈ വിശ്വകർമ്മ ദിനാചരണവുമായി ബന്ധപ്പെട്ട പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചൂറാണിയാണ്. പുനലൂർ MLA PS സുബാൽ മുഖ്യപ്രഭാഷണം നടത്തുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ പ്രതിഭകളെ ആദരിക്കുന്നു. ജ്യോതികുമാർ ചാമക്കാല മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്നു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമേഷ് ബാബു ചികിത്സാ ധനസഹായം നൽകുന്നു. സംയുക്ത സമിതി ചെയർമാൻ TK സോമശേഖരൻ അധ്യക്ഷത വഹിക്കുന്നു. വിശ്വകർമ്മ മഹാസഭ പുനലൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി SK ബാലചന്ദ്രൻ വിശ്വകർമ്മ ദിന സന്ദേശം നൽകുന്നു. ശ്രീ ലിജു ആലുവിള VSS ഡയറക്ടർ ബോർഡ് അംഗം ലിജു ആലുവിള സംയുക്ത സമിതി പ്രഖ്യാപനം നടത്തുന്നു. താലൂക്കിലെ 50-ൽ പരം ശാഖകളിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇന്ന് പ്രതികൂല കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പലതരം പ്രതിസന്ധികളെയും തരണം ചെയ്താണ് ഇന്ന് ഈ പ്രകടനവും അതുപോലെ തന്നെ പൊതുസമ്മേളനവും നടത്തുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഭാരതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം കാണുന്ന ചിരന്തനമായ കലാസൃഷ്ടികൾ, അത്ഭുത പരതന്ത്രരാക്കുന്ന കലാസൃഷ്ടികൾ
ശ്രീ സോമരാജൻ അവർകൾ, ഇവിടെ സ്വാഗതം പറഞ്ഞ സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനർ ശ്രീ ജവേദൻ ആചാരി, വേദിയിലുള്ള കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ എസ് എ മോഹൻ, KPCC നിർവാഹക സമിതി അംഗം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ഉമേഷ് ബാബു, ശ്രീ ബാബുജി, ശ്രീ ലിജു ആലുവള, വേദിയിലുള്ള ഏറെ ബഹുമാന്യരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, പുനലൂർ താലൂക്ക് സംയുക്ത വിശ്വകർമ്മ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വളരെ വിപുലമായിട്ടുള്ള റാലിയും വിശ്വകർമ്മ ദിനാചരണ പരിപാടിയുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും ഈ ചടങ്ങിന് നേരുകയാണ്. ഏറ്റവും മികച്ച നിലയിൽ ആധികാരികമായിട്ടാണ്, പ്രൗഢഗംഭീരമായിട്ടാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വികസന രംഗത്ത് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, പരമ്പരാഗതമായിട്ടുള്ള മേഖലയിൽ പണിയെടുത്തിരുന്ന വിശ്വകർമ്മ സമൂഹത്തെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ, രാജ്യത്തിൻ്റെ വളർച്ചയിൽ, രാജ്യത്തിൻ്റെ വികസനത്തിൽ നമുക്കറിയാം പരമ്പരാഗതമായി എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്ന വിഭാഗമാണ് വിശ്വകർമ്മ സമൂഹം. അത്തരത്തിൽ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ വിശ്വകർമ്മ സമൂഹത്തിന്റെ പങ്ക് നമുക്കൊരിക്കലും ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന ഒരു കാര്യമില്ല. പ്രിയപ്പെട്ട യോഗ അധ്യക്ഷൻ, നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ TK സോമശേഖരൻ, നമ്മുടെ ഈ ചടങ്ങ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ MLA സൗ PS സുബാലെ, യോഗത്തിൽ സംസാരിക്കാനും മുതിർന്ന പൗരന്മാരെ ആദരിക്കാനുമായി എത്തിച്ചേർന്നിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ സംസ്ഥാനത്തെ പ്രധാന നേതൃനിരയിൽപ്പെട്ട പ്രിയപ്പെട്ട ജ്യോതികുമാർ ചാമക്കാല, പ്രിയപ്പെട്ട ഉമേഷ് ബാബു, ബാബുജി, ലിജു ആലുവള ഉൾപ്പെടെ വേദിയിലും പുറത്തും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കൾ, നല്ല നിലയിൽ സംയുക്ത വിശ്വകർമ്മ സമിതിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാചരണത്തിൻ്റെ ഭാഗമായി മനോഹരമായ ടൗൺ ആകെ ഇളക്കിമറിച്ച മനോഹരമായ ഒരു ഘോഷയാത്രയും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന വിശ്വകർമ്മ സഭയുടെ അംഗങ്ങളെ കണ്ടപ്പോൾ പ്രത്യേകമായ ഒരു മതിപ്പും അച്ചടക്കവും ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയതാണ്. സോമശേഖരൻ്റെ പ്രസംഗം അല്പം നീണ്ടുപോയപ്പോഴും ഞങ്ങളും സന്തോഷിച്ചു, നിങ്ങളും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ഒരു ഘോഷയാത്ര കഴിഞ്ഞ് പൊതുയോഗത്തേക്ക് കയറിയാൽ കുടുംബശ്രീ ആയാലും തൊഴിലുറപ്പായാലും രാഷ്ട്രീയ പാർട്ടികളായാലും ഒന്ന് ബ്ലാവി തിരിഞ്ഞ് അപ്പോഴേ വന്ന വണ്ടിക്കകത്ത് കയറി പോകുന്നതാണ് കാണുന്നത്. 1 ഗ്രാം സ്വർണത്തിൽ അയ്യപ്പൻ്റെ 18-ാം പടിയും സന്നിധാനവും കൊടിമരം ഉൾപ്പെടെ നിർമ്മിച്ച അഭൂതപൂർവമായ കഴിവുള്ള, അനുപമമായ കഴിവുള്ള ഒരു കലാകാരനാണ് ജയചന്ദ്രൻ. പിന്നീട് അതുകൂടാതെ 700 മില്ലി 800 മില്ലി സ്വർണം എന്ന് പറഞ്ഞാൽ 1 ഗ്രാം സ്വർണം ഇല്ലെന്ന് നടക്കണം. 1000 മില്ലിയാണ് 1 ഗ്രാം. അത്രയും സ്വർണത്തിൽ ജീപ്പ്, അതുപോലെയുള്ള പല ആകർഷകമായ സംഗതികളും നിർമ്മിച്ച വ്യക്തിയാണ് ജയചന്ദ്രൻ. ജയചന്ദ്രനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജയചന്ദ്രനെ ആദരവ് നൽകുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ജയമോഹൻ സാറിനെ ക്ഷണിക്കുന്നു. ഒരു 40-ൽ പരം പള്ളികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം പള്ളികൾ വളരെ അത്ഭുതകരമായ രീതിയിലുള്ള താഴികക്കുടങ്ങളും മകുടങ്ങളും എല്ലാം വെച്ചുള്ള, ഇവിടെ മഞ്ഞപ്പാറ പള്ളി ഉൾപ്പെടെ
കായലറയിലെ പള്ളി ഉൾപ്പെടെയുള്ള പള്ളി നിർമ്മിച്ച വ്യക്തിയാണ് അദ്ദേഹം. അഞ്ചൽ പ്രവർത്തിക്കുന്ന പലതരത്തിലുള്ള സാമൂഹ്യ സംഘടനയിൽ പ്രവർത്തിക്കുന്ന മാന്യ വ്യക്തിയാണ് അഞ്ചൽ ദേവരാജൻ സാറ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ദ്രജിത്ത്, അദ്ദേഹത്തിൻ്റെ വീട് ഐലറയാണ്. മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് മുഖ്യമന്ത്രിയിൽ നിന്നും വാങ്ങിയ വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ പൊതുപരിപാടിയുടെ സംഘാടകൻ കൂടിയായ ചെയർമാൻ ശ്രീ സോമരാജൻ അവർകൾ, ഈ യോഗത്തിൽ സംബന്ധിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത MLA ഉൾപ്പെടെ, എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ജയമോഹൻ ഉൾപ്പെടെ, ഇനി സംസാരിക്കാനുള്ളവർ ഉൾപ്പെടെ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, വളരെ ചിട്ടയായി ഈ വർഷത്തെ വിശ്വകർമ്മ ദിനം വളരെ ഭംഗിയായി ഇവിടെ നടത്തുവാൻ നേതൃത്വം നൽകിയ ഇതിൻ്റെ സംഘാടക സമിതിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുവാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെയും വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെയും പുനലൂർ വിശ്വകർമ്മ സമാജത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇവിടെ ഇത്തരത്തിൽ പരിപാടി നടക്കുമ്പോൾ ഈ ജില്ലയിലെ എല്ലാ താലൂക്ക് ആസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ നല്ല രീതിയിൽ പരിപാടികൾ നടന്നു വരികയാണ്. ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. നമ്മൾ ഈ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ കൊടിതോരണങ്ങൾ കൊണ്ട് കെട്ടി അലങ്കരിച്ച് വളരെ കുറേ ദിവസങ്ങളായി എല്ലാ താലൂക്ക് അടിസ്ഥാനത്തിലും ഇതിൻ്റെ സംഘാടകർ അക്ഷീണം പ്രയത്നിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മഴയിലും ഇത്രയും നല്ല ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞത്. ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ വിവിധ വിശ്വകർമ്മ സംഘടനകളുടെയും പ്രമുഖ നേതാക്കളെ, ഏറെ പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലും തയ്യാറെടുപ്പുകൾ വളരെ കൃത്യമായി നടത്തിയതുകൊണ്ട് മാത്രം വിജയകരമായി പരിസമാപിച്ച ഒരു പരിപാടിയിലാണ് നമ്മളിരിക്കുന്നത്. ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു ലക്ഷണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വിശ്വകർമ്മ സംഘടനകളിൽ പ്രകടമാണ്. ഇത്തരം പരിപാടികളിലൊക്കെ പലതവണ പങ്കെടുക്കുമ്പോഴും ഒരു കുറവായി തോന്നിയിരുന്നത് ഒരേ ദിവസം വിവിധ പരിപാടികൾ വിവിധ സംഘടനകളുടെ പേരിൽ നടത്തുന്നു എന്നുള്ളതായിരുന്നു. ഇത്തവണ എന്തായാലും അതിനൊരു പരിഹാരമായി, കഴിയുമെങ്കിൽ എല്ലാ തവണയും അങ്ങനെ തന്നെ നടത്തുക. എല്ലാ സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരുതരം വൈജാത്യവുമില്ലാതെ എല്ലാവർക്കും അവസരവും പ്രാമുഖ്യമൊക്കെ കിട്ടുന്ന രീതിയിൽ ഈ പരിപാടി വിജയകരമായി സംഘടിപ്പിച്ച സംഘാടകരെയും വിവിധ വിശ്വകർമ്മ സംഘടനകളെയും ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. കൊട്ടാരക്കരയിൽ, പത്തനാപുരത്ത്, കൊല്ലത്ത്, പുനലൂര് ഒക്കെ വിശ്വകർമ്മ സംഘടനകൾ യോജിച്ച ഒരു പരിപാടിയുമായിട്ടാണ് പോകുന്നത്. വിശ്വകർമ്മ സംഘടനകൾ ഏറെയുണ്ട്, നമുക്കറിയാം. വിശ്വകർമ്മ സംഘടനകളെല്ലാം ഒരുമിച്ച് ലയിക്കുന്നത് അത്ര പ്രായോഗികമായ കാര്യമല്ല, അതത്ര എളുപ്പവുമല്ല. പക്ഷേ വിശ്വകർമ്മയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയും ഒരുമിച്ച് മുന്നേറുകയും ഒരു കോമൺ പ്ലാറ്റ്ഫോം അതിനുവേണ്ടി ഉണ്ടാക്കുകയും ചെയ്യുക എന്ന നിലയിലാണ് ഇങ്ങനെ ഒരു പരിപാടിയുമായി, ഒരു പൊതു മിനിമം പരിപാടി പോലെ ഒരു പരിപാടിയുമായി വിശ്വകർമ്മ സംഘടനകൾ ഇങ്ങനെ കൂടിച്ചേർന്നുകൊണ്ട് പോകുന്നത്.